പ്രിയമുള്ളവരെ നമസ്കാരം. കേരള പോലീസ് കാണിച്ച ഒരു നാറിയ പരിപാടി നിങ്ങളുടെ അടുത്തേക്കൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. സമൂഹത്തോട് സംവദിക്കാൻ കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജ്, പല വിഷയങ്ങളുടെ സത്യാവസ്ഥകളും പല വിഷയങ്ങളും ഞാൻ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിനെ ഈ പോലീസിനും സർക്കാരിനും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ ഇത്രയേറെ ഭയമാണോ എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് എൻ്റെ പേജ് സൈബർ സെല്ലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി ഇവർ ശ്രമിച്ചത്? ഇന്ത്യക്ക് പുറത്ത് എൻ്റെ പേജ് അവൈലബിൾ ആകുമ്പോൾ ഇന്ത്യക്കുള്ളിലുള്ള ജനത, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ജനത, ഇത് അറിയരുത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന സത്യങ്ങൾ അറിയരുത് എന്ന് ഭയപ്പെട്ട് തൃക്കാക്കരയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ മാറ്റങ്ങളുടെ അവസ്ഥകളിലെ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം, ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിവെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, പോലീസിന് ഭയം വരാനുള്ള കാരണം തൃക്കാക്കരയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിയാലിറ്റി അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ കേരള പോലീസിനെതിരെ ഹൈക്കോടതിയിൽ പോകും. യാതൊരു അടിസ്ഥാനവുമില്ലാതെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ കംപ്ലീറ്റ് പേജും നിങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത പരിപാടി ജനാധിപത്യ വിരുദ്ധമാണ്. ഈ രാജ്യത്തെ ഒരു പൗരന് അവന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന വിയോജിപ്പ് രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. എൻ്റെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിനെ ബന്ധപ്പെടുത്തി നിങ്ങൾ നിയമപരമായി പോകുന്നതിന് പകരം ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ എടുത്ത് കളഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് എന്നെ പേടിച്ചിട്ടാണ്. നാണമില്ലേടാ നിനക്കൊക്കെ ഇങ്ങനെ ഭയപ്പെടാൻ എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ ഭയന്ന് നീയൊക്കെ എത്ര കാലം ജീവിക്കും? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ സൈബർ അടിമകളെ വെച്ച് ആക്രമിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ആക്രമിച്ചു. ഞാനിതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ ആത്മാർത്ഥമായി തന്നെ ഞാൻ മുന്നോട്ട് പ്രവർത്തിച്ചു. എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തൃക്കാക്കരയിലെ ജനത എൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഞാൻ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചെയ്ത നാറിയ പരിപാടി ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്കെതിരെ ഈ രാജ്യത്ത് മറ്റൊരു നിയമ സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതറ്റം വരെയും ഞാൻ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയാലും ധാരാളമാണ്. പക്ഷേ ഈ കാണിച്ച തെമ്മാടിത്തരത്തിന് ഏതറ്റം വരെയുള്ള നിയമ നടപടിക്ക് ഞാൻ പോകും. എന്തടിസ്ഥാനത്തിലാണ് എനിക്കെതിരെ എൻ്റെ പേജ് റിമൂവ് ചെയ്യിക്കാൻ കേരള പോലീസ് ഇറങ്ങിത്തിരിച്ചത് എന്നുള്ളത് എനിക്കറിയണം. അപ്പോൾ എന്തായാലും അതൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ബാക്കി എല്ലാവർക്കും സ്നേഹം. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തോൽക്കില്ല എന്ന് മനസ്സിലാക്കുക. തൃക്കാക്കരയിലെ ജനങ്ങളാണ് ആ തീരുമാനമെടുക്കുന്നത്. തൃക്കാക്കരയിലെ ജനങ്ങൾക്കറിയാം ആ തീരുമാനമെടുക്കാൻ. ആ തീരുമാനത്തിന്റെ ഫലം മെയ് 4-ാം തീയതി സംഭവിക്കും. എന്തായാലും ഞാൻ പറയുന്നത് പൊതുസമൂഹം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നെറുകേട് കാണിച്ച കേരള പോലീസിലെ സൈബർ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവന്മാരോടും സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു.